ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ SIT ചോദ്യം ചെയ്യുകയും ആന്റണി ചോദ്യം മുന്നിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ കോൺഗ്രസ് പ്രതിരോധത്തിൽ. CPM-നെ കടന്നാക്രമിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേട്ടമുണ്ടാക്കിയ കോൺഗ്രസ് ഒരു ചുവട് പിന്നോട്ട് പോകുന്നതാണ് 2 ദിവസമായി കണ്ടത്. MV ഗോവിന്ദനും B ശിവൻകുട്ടിയും TP രാമകൃഷ്ണനും അടക്കം CPM നേതൃനിര പ്രത്യാക്രമണം കടുപ്പിച്ചു. എന്നാൽ എങ്ങും ഒളിച്ചോടി പോകില്ലെന്നും ചോദ്യങ്ങളെ കൃത്യമായി നേരിട്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഒളിച്ചോട്ടം നടത്താൻ ഞാൻ തയ്യാറല്ല. നേരെ വന്ന് കാര്യങ്ങൾ പറയുവാൻ ഉള്ള അന്തസ്സും അഭിമാനവും കാണിക്കുന്ന ഒരാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എൻ്റെ ചിത്രം വന്നു. ആ ചിത്രം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി എഴുതിയെടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇന്നലെ സ്ക്രോളിംഗ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അടൂർ പ്രകാശിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ബിനിൽ സാബു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ബിനിൽ, വലിയ രീതിയിലുള്ള ഒരു ബ്രഹ്മാസ്ത്രമാണ് സ്വർണ്ണക്കുള്ള കേസ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്ക് തന്നെ പ്രചാരണം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ കാര്യങ്ങൾ. പക്ഷേ നേതാക്കളിലേക്ക് അത് തിരിഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലായിട്ടുള്ളത്? അതിലിപ്പോൾ CPM നടത്തുന്ന കടന്നാക്രമണം അതേത് നിലയ്ക്ക് വരിക കൂടി ചെയ്യും? സംഗീത, ഇത് CPM രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ ആദ്യം മുതലേ ആരോടും ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇതിൽ CPM നേതാക്കൾ കൃത്യമായി പങ്കുണ്ട്. സ്വർണ്ണക്കൊള്ള നടത്തിയത് CPM നേതാക്കളാണ് എന്നുള്ളതാണ് VD സതീശൻ അടക്കം പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിയുകയാണ്. അടൂർ പ്രകാശിലേക്കും പിന്നീട് ഇപ്പോൾ ആന്റണി MPയെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അത് കോൺഗ്രസിന് ചെറിയ രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടാക്കുന്നത്. വലിയ പ്രശ്നം കോൺഗ്രസിനുള്ളിൽ അതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അത് ഉയർത്തിയാണ് വലിയ വോട്ട് നേടി അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. അതിനിടയിലാണ് ഇത്തരത്തിൽ 2 പ്രധാനപ്പെട്ട നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നത്. അടൂർ പ്രകാശ് ചോദ്യം ചെയ്തപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുകയും ചെയ്തു. പക്ഷേ ആന്റണിയിലേക്ക് വരുമ്പോഴും അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആ വാദം ഉയർത്തി ചെറുക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ KC വേണുഗോപാലാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ VD സതീശനും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ SIT-യിലേക്ക് CPIM-ന്റെ ആളുകളായ, സർക്കാരിന്റെ ആളുകളായ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അത് കേസ് വഴിതെറ്റിക്കാനാണ് എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. ആ ആരോപണവും വാദവും ഉയർത്തി ഇതിനെ ചെറുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമുള്ളത്. എന്തായാലും സ്വർണം കട്ടത് ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്നാണ് കോൺഗ്രസ് പാടിയത്. ആ പാട്ട് പാടിയാണ്, പാരഡി ഗാനം പാടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുകയും തദ്ദേശത്തിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചത്. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിലും അത് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനമുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്തായാലും കോൺഗ്രസ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു തീരുമാനം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ അത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. ശരി ബിനിൽ.